അങ്ങനെ രാമോജി ആദ്യമായി ജീവിതത്തിലാദ്യമായിട്ട് രാമോജി ഫിലിം സിറ്റി വന്നു, കണ്ടു. ഹോട്ടൽ വലിയ ഹോട്ടലാണ്. അപ്പം പ്രത്യേകിച്ച് ഈ ബൈക്കിൻ്റെ ഈവൻറ്റിനൊക്കെ വരുമ്പോൾ ഒരു സുഖമാണ്. നമ്മളൊരു ബൈക്കറായി മാറും. ബൈക്ക് ഇപ്പം ഇവിടെ വരുമ്പോഴാണ് ബൈക്കിനെ ഭയങ്കര മിസ് ചെയ്യുന്നത്. എന്നാലും എനിക്ക് സന്തോഷമായി. വർഷങ്ങൾക്ക് ശേഷം SHRൽ വന്നു, ഹാർലിയുടെ ഈവൻറ്റിൽ പങ്കെടുത്തു. ഇനി പരിചയങ്ങൾ പുതുക്കണം. പതിയെ ആൾക്കാർക്ക്, പഴയ ആൾക്കാർക്ക് നമ്മളൊക്കെ അറിയാമോ ഓർമ്മയുണ്ടോയെന്ന് പതിയെ പോയി ഒന്ന് തിരക്കണം. അതാണ് ഇനി അടുത്ത പണി. അപ്പോൾ ഇനി അങ്ങോട്ട് ഈവൻറ്റിൻ്റെ തിരക്കായിരിക്കും. ഇതിപ്പോൾ ഞാൻ വളരെ ചുരുങ്ങിയ ചെറിയൊരു വീഡിയോ ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് വലിയ ഇങ്ങനെ എന്താ പറയുക, ഒരു വിസ്തരിച്ചുള്ളൊരു വീഡിയോ അല്ല. ഒന്ന് എടുത്ത് ഓടിച്ച് എടുത്തുകൊണ്ട് പോകും. ഓക്കെ. കാര്യം ഒന്ന്, എനിക്ക് നാളെ തിരിച്ചു പോകണം. അപ്പോൾ സമയം ഒട്ടുമില്ല. ഇതിനിടയിൽ ഫിലിം സിറ്റി കാണാൻ പോകണമെന്നുണ്ട്, പക്ഷേ അതിനുള്ള ടൈമും ഇല്ല. ഇനി അതുകൊണ്ട് എല്ലാം കൂടെ ഒന്ന് ഓടിച്ചൊരു വീഡിയോ. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ലഞ്ചിന് ടൈമായി വരുന്നു. ലഞ്ചും കഴിച്ചിട്ട് ഇനി അടുത്ത പണി. നമ്മളവിടെ അവിയലും തോന്നുന്നൊക്കെ വിളമ്പും പോലെയാണ്. ഇവരിവിടെ വട കൊണ്ടുവച്ചു, അച്ചാറും. അതുകൊണ്ട് അവിയൽ, രണ്ട് പൂരി വയ്ക്കുന്നുണ്ട് അവർ. വീണ്ടും വെണ്ടക്കയുടെ എന്തോ പരിപാടിയാണിത്. വെണ്ടയ്ക്ക കൊണ്ടുവന്നു, നമ്മുടെ അവിടുത്തെ വെണ്ടയ്ക്ക. ഇവിടെ ബിണ്ടി. നമ്മുടെ ജയിലിൽ കൊടുക്കുമ്പോൾ ഒരു സാധനം വരുന്നുണ്ട്. ഇത് ഒരെണ്ണമൊക്കെ ദഹിക്കുമോ എന്നാണ് എൻ്റെ ഡൗട്ട്. ഇപ്പം വരും ഐറ്റം. ഇതാണ്. ഓ, വെജ് അല്ല കേട്ടോ, നോൺ വെജും കൂടെ ഉണ്ട്. എല്ലാം ഉണ്ട്. ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ. ഇത് ചിക്കൻ കറി. അപ്പം യുദ്ധം ആരംഭിച്ചിരിക്കുകയാണ്. കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. ഭയങ്കരമായിട്ട് കഴിച്ചു. ഇതെല്ലാം കൂടെ മിക്സാണ്. എരിവും പുളിയും മധുരവും എല്ലാം ഉണ്ട് ഇതിനകത്ത്. കൊള്ളാം. അങ്ങനെ ഞാനും മച്ചയായിട്ട് നമ്മുടെ ബൈക്കുകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോകണം. ട്രിവാൻഡ്രത്ത് വെച്ച് കണ്ടതല്ലേ, ഇപ്പോൾ ഒന്ന് കണ്ടു കളയാം. ഇതാണ് സ്റ്റേജ് ഒന്ന്. ഇതാണ് നമ്മുടെ ഹാരിസിൻ്റെ പാർട്ണർ അഭിലാഷ്. ഈ വണ്ടി മലേഷ്യയിൽ നിന്ന് വന്ന വണ്ടികളാണ് ഇത് രണ്ടും. അല്ല, ഇതിവരിപ്പം ഓൾ ഇന്ത്യ അടിച്ചിട്ട് വന്നത്. ഇതാണ് സ്ട്രീറ്റ് ഗ്ലൈഡ് ഹാർലിയുടെ. ഒരു സ്പെഷ്യൽ എഡിഷനാണ്. ഹാർലിയിലോട്ടൊരു എത്തിനോട്ടം.
ഇത് ഡിക്കാറ്റിയുടെ വണ്ടിയാണ്. ഡിക്കാറ്റി മൾട്ടിസ്റ്റാഡാ V4. ഇവിടെ നിറയെ വണ്ടികളുടെ ആ ഒരു ശബ്ദം ഉണ്ടല്ലോ, ഒരു ഹരമാണ് അത്. ഇത് ഹോണ്ടയുടെ 750 ആണ്, അഡ്വഞ്ചർ ടൈപ്പ് വണ്ടിയാണ്. ട്രാൻസ്ലാബ് ഓക്കെ. സ്ട്രീറ്റ് ഗ്ലൈഡ് അല്ലേ? ഇതുണ്ടോ ഹെഡ്ലൈറ്റ് ഉണ്ട്. വണ്ടിയൊക്കെ കണ്ടൊന്ന് കറങ്ങിയിട്ടൊക്കെ വന്നു. തിരിച്ച് നമ്മളിവിടെ എത്തി. വിമലിൻ്റെ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കി, അടിപൊളി. ബൈക്കുകൾ കാണുമ്പോൾ നമുക്കിപ്പോൾ വണ്ടി ഓടിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. നിറയെ എവിടെ നോക്കിയാലും ഹാർലി റൈഡേഴ്സാണ് ഇവിടെ ഈ ഹോട്ടലിൽ കൂടുതലും. അപ്പോൾ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയില്ല. നമ്മളിതാ SHR ഈവൻറ്റിനോട്ട് പോകുമ്പോഴാണ്. എല്ലാവരും ഇതേ വേഷമാണ്. ഇത് ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് കൊണ്ടുവന്നത്. ബ്ലാക്ക് ലുങ്കി, അതും പിന്നെ SHRൻ്റെ ഇവരുടെ ടീഷർട്ട് ഇതൊക്കെ ഇട്ടാണ് പോകാൻ പോണത്. ജീവിതത്തിലൊരിക്കലും ലുങ്കി ഉടുക്കാത്ത മച്ചം പിതാ ലുങ്കി മാനായി. അനൂപ് കൊച്ചിയിലാണ്. നമ്മുടെ കൊടൈക്കനാൽ വീഡിയോയിൽ അനൂപ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി നേരെ ഈവൻറ്റിന് പോയി അവിടെയൊക്കെ ഒന്ന് കണ്ട് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് നേരെ വരും. ഇന്നൊരു 11 മണി വരെയൊക്കെ നിൽക്കും. അത് കഴിഞ്ഞാൽ വന്ന് കിടന്നുറങ്ങും. രാവിലെ എണീക്കണം, 5 മണിക്ക് എണീക്കണം, എയർപോർട്ടിൽ പോകണം. അപ്പോൾ എന്തായാലും ഇനി ബാക്കി കാഴ്ച, വർണ്ണക്കാഴ്ചകൾ നിങ്ങളുടെ മുന്നിൽ. ഇതാണ് ശുഭം. ദിസ് ഈസ് ശുഭം. ഹീസ് ഫ്രം ഡൽഹി. പുള്ളി നമ്മുടെ SHRന് പങ്കെടുക്കാനായിട്ട് വന്നതാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പരിചയപ്പെട്ടു, അമാൻഡ ആൻഡ് ശുഭം. അപ്പോൾ ഇനി നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് SHRനോട്ട് പോകുന്നത്. ഓക്കെ. ഇതിൽ SHRനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കാം. അപ്പോൾ SHRനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ഹോഗിൽ മെമ്പർഷിപ്പ് എടുത്തിടം തൊട്ട് എല്ലാ SHRും പങ്കെടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പങ്കെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. പങ്കെടുത്തിട്ടുണ്ട്. SHR നമ്മൾ റൈഡ് ചെയ്തതാണ്. അത് മാത്രമേ എനിക്ക് ട്രിവാൻഡ്രത്തുള്ള അല്ലെങ്കിൽ കൊല്ലത്തുള്ള എനിക്ക് റൈഡ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ഈവൻ്റ് അതേ ഉള്ളൂ. മേ ബി വിൽ ഗോ നെക്സ്റ്റ് ടൈം WHO, EHO, IHO, അങ്ങനെ എല്ലാ HRും നമ്മൾ പിടിക്കും. ഓക്കെ. MGയുടെ EV ആണിത്. സൈബർ സ്റ്റാർ. പ്രഭു വണ്ടിപ്രാന്തൻ. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇങ്ങനെ ഈ ഏത് വണ്ടി കണ്ടാലും വിടൂല. വണ്ടി എത്രയും ഭയങ്കര സ്നേഹിക്കുന്ന ആളാണ്. എൻ്റെ മൂക്കൊക്കെ ചൊറിയണണ്ട. നമ്മുടെ ഇത് നമ്മുടെ അഭിലാഷാണ്, നമ്മുടെ ഹാരിസ് ബ്രോയുടെ സ്വന്തം പാർട്ണറാണ്. അപ്പോൾ അദ്ദേഹം നമ്മുടെ കമ്മ്യൂണിറ്റിയിലോട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഒരു ബൈക്കറായി മാറുകയാണ്. അപ്പോൾ നമ്മുടെ ബിമലിൻ്റെ നേരത്തെ ഇരുന്ന ഫാറ്റ് ബോയ് ആണ് അദ്ദേഹം വാങ്ങിയത്. അപ്പോൾ അഭിലാഷ് ബ്രോ, എന്താണ് ഈ ബൈക്കിംഗ് രംഗത്തോട്ടൊക്കെ വരാനുള്ള പ്രചോദനം? കാരണം എന്താണ്? ഇപ്പം പ്രത്യേകിച്ച് ഇപ്പം വന്നതല്ലല്ലോ, പണ്ട് മുതലേ നമ്മൾ ബൈക്കിലാണല്ലോ. ആണല്ലേ? പിന്നെ ഞാനൊരു പഴയ RD ഓണറാണ്. ഇപ്പോഴും അതിനെ വളരെ ഭംഗിയായിട്ട് പ്രിസർവ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട്. ഓക്കെ. അങ്ങനെ അപ്പോൾ കുറേ നാളുകളായിട്ട് പിന്നെ ഹാർലിങ് കയ്യിലുണ്ട്.
ഇപ്പൊ ഈ കമ്മ്യൂണിറ്റിയിലെ പാർട്ടായി തുടങ്ങിയിട്ട് തന്നെ ഓക്കെ. കുറെ വർഷങ്ങളായി. അപ്പൊ ഇനിയിപ്പം റൈഡൊക്കെ ഉടനെ ഉണ്ടാവും? റൈഡ് അങ്ങനെ വലിയ റൈഡിനോടൊന്നും നമുക്ക് പിന്നെ വേറെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് എന്നാലും ചെറിയ ചെറിയ റൈഡുകളൊക്കെ ഉള്ളതുപോലെ എങ്ങനെ പോകും. ഓക്കെ ഓക്കെ ശരി. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഇനി അടുത്ത റൈഡുകളിൽ ഇനി ഇതുപോലെ ഫംഗ്ഷനിലാണ് റൈഡിലൊന്ന് കാണണം. തീർച്ചയായിട്ടും ഓക്കെ തീർച്ചയായിട്ടും. ശരി ഓക്കെ. ഇത് ചുവരിൽ വരച്ച ചിത്രമല്ല, ഇതൊരു ടാങ്ക്, പെട്രോൾ ടാങ്ക് നമ്മുടെ ഹാർലിയുടെ. ഇത് 48-ൻ്റെ ആണെന്ന് തോന്നുന്നു. 48-ൻ്റെയോ അയണിൻ്റെയോ ആണ്. അയണിൻ്റെ ആണ്. അതിനെ അവർ കസ്റ്റം ചെയ്തെടുത്തേക്കുന്നതാണ്. എന്തൊരു ഹെൽമെറ്റ് കണ്ടോ. അപ്പോൾ ഇത് ഇവരിങ്ങനെ ഈ കസ്റ്റം ചെയ്ത് കൊടുക്കുന്ന ഒരു സ്റ്റാളാണിത് കേട്ടോ. Something about meeting the riders here, and how do you feel about seeing all these bikes, and how do you feel about the riders, their energy and all this stuff? To be honest, I'm the anchor, but he's questioning me. But let's do that. Okay? Editor, you understood the job. So yes, this is your host Sharon for this event, and the riders, oh my god. The only one word that I'll remember if I think about the riders, the hog riders over here, is brotherhood. Really, these people are amazing and fantastic, spectacular. Oh my god, what else should I say? And the bikes, oh my god, I want to be a professional passenger for them. really it's like that seriously. The music, the bike, the speed, the sound, I fell in love with this. And I think I'm going to attend more hog rallies, events, and I would really love to meet them again and again and again. And I really love this. And don't forget to share, subscribe, click on the bell icon, like, comment. The channel name Flying Eagle. Flying Eagle. Always flying. So please do subscribe. And this is Sharon. You can follow me on Instagram, Sharon Rajasam. So please do make me famous. Diva. Thank you. That's a diva. तो देखो दोस्तों, हम चाहते हैं ये जो रंगीन सा माहौल हमने जमाया है, जहाँ पे इतने सारे बाइकर्स आए हैं, इतने सारे लोग आए हैं, तो आपका असली वाला मज़ा तो अब शुरू होने वाला है. Well, everybody, all the bikers, how many bikers we have in the house? Can you all please put your hands up in the air? All the bikers in the house, all the Harley lovers in the house, all line in the center of the stage. Guys, come on, everybody on the stage. Come, जल्दी से आ जाओ. I want to really know how many bikers we have. वाला है आप लोगों के लिए. आप लोग तैयार हो? Audience, are you ready? Come on, can we have some room in the house? Okay, DJ, make it up. Let's have the music. This is for you all to celebrate you all. Here we go. Come on, hands up in the air, dancing number. Can you have the bikes on stage as well? ഇതിൻ്റെ ഇടയിൽ എൻ്റെ ശബ്ദം എത്ര കേൾക്കാമെന്ന് പറഞ്ഞുകൂടാ. ഇപ്പോൾ ലേഡി റൈഡേഴ്സിനെയാണ് അവർ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റേജിൽ ഇപ്പോൾ നിൽക്കുന്നത് ലേഡി റൈഡേഴ്സാണ്. ഈ നിൽക്കുന്ന ഈ ഹാളിൽ ഫുള്ളായിട്ട് ഹാർലി ഡേവിഡ്സൺ ബൈക്കിൻ്റെ ഓണേഴ്സാണ്. പല വേഷത്തിലും പല സംസ്ഥാനങ്ങളിലും പല ഭാഷയിലും റൈഡേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. അവരുടെ എൻജോയ്മെൻറ്റിൻ്റെ പീക്ക് ലെവലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഇനിയിപ്പം നമ്മൾ മാക്സിമം ഉള്ളത് ഞാനിവിടെ സ്പെൻഡ് ചെയ്തു. ഇനി എനിക്കിവിടെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ നാളെ രാവിലെ തിരിക്കണം. അതുകൊണ്ട് ഞാനും തിരികെ പോവുകയാണ്. അപ്പോൾ ഇതാണ് SHRൻ്റെ കാഴ്ചകൾ. ഇതാണ് നമ്മുടെ ഇന്ത്യയിൽ ഉള്ള ചാപ്റ്റേഴ്സ്. അങ്ങ് ജമ്മു മുതൽ നമ്മുടെ താഴെ നമ്മുടെ കേരളത്തിനകത്ത് വരെ ഉണ്ട്. അതിൽ ട്രാവൻകൂർ ചാപ്റ്റർ ഉണ്ട്, നമ്മുടെ തിരുവനന്തപുരം സ്പൈസ് കോസ്റ്റ് ചാപ്റ്റർ ഉണ്ട്, കൊച്ചി മലബാർ ചാപ്റ്റർ ഉണ്ട്, കോഴിക്കോട് വെസ്റ്റേൺ ഗാർഡ്സ് കോയമ്പത്തൂർ, ടസ്കർ ബാംഗ്ലൂർ, മറീന ചാപ്റ്റർ ചെന്നൈ, ഗോവ ചാപ്റ്റർ, പിന്നെ സൺറൈസ് ചാപ്റ്റർ ഉണ്ട്, അത് വിജയവാഡ, അതായത് ഇവിടെ ബഞ്ചാര ഉണ്ട്, ആന്ധ്ര. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്. ഈ ചാപ്റ്ററിലെ എല്ലാ ആൾക്കാരും ഇവിടെ വന്നിട്ടുണ്ട്. SHRൻ്റെ വർണ്ണക്കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി വേറൊന്നുമില്ല ഷൂട്ട് ചെയ്യാൻ. ഇനി തിരിച്ചു പോകുന്നത് ഷൂട്ട് ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളൊരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ മാത്രം ഷൂട്ട് ചെയ്ത് അതിനെ ആ ഇവൻറ്റ് കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ തിരിച്ച് നാളെ രാവിലെ പോകുന്ന കാഴ്ചകൾ എന്തായാലും എടുക്കുന്നില്ല. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വച്ച് അവസാനിക്കുകയാണ്.